അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്, അഥവാ ഇഫ് എൽസ് പോലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വന്നാൽ മാത്രം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് പോകും. അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലോ ഓഫ് ദി പ്രോഗ്രാമിനെ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുക, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അതായത് ആ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് മാറ്റുന്നു. അതായത് ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ മറ്റൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. സോ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നമുക്ക് എന്തെന്ന് പറയാം, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പറയാം. അപ്പോൾ അതിൽ ഒന്നാണ് ഇഫ് എൽസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇഫ് എൽസിനെ പറ്റി നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതായത് നമുക്കത് ആക്ച്വലി ഒന്ന് എഴുതി നോക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ =10 ഓക്കെ. ഇങ്ങനെ ഇഫ് മാത്രമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇഫ് മാത്രമാണെന്ന് പറയുമ്പോൾ ഈ ഒരു ഇഫ് എഴുതിയിരിക്കുന്ന രീതി നിങ്ങൾ നോക്കണം. അതായത് എ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട് ഞാൻ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇഫ് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷനാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, ഒരു കണ്ടീഷൻ എഴുതിയിട്ട് ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആവുകയാണെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മളിത് ബൂളിയൻ്റെ കേസിൽ പറഞ്ഞിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ ഒരു A>0 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ട്രൂ എന്ന് പറയുന്നൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ട്രൂ ആവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രിൻറ്റ് ചെയ്യും. ഇൻ കേസ് ഇത് ഫോൾസ് ആണെങ്കിലോ ആ ഒരു കണ്ടീഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവില്ല. കാര്യം ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡൻറ്റേഷൻ്റെ ഒക്കെ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു, കണ്ടോ. അത് കഴിഞ്ഞിട്ട് അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമുക്ക് നോക്കാം. കണ്ടോ, ഇറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. സോ ഇനി ഇൻ കേസ് ഞാനിവിടെ ഒരു -10 ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. ശ്രദ്ധിച്ചോണ്ടേ, കാര്യം ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് കൊണ്ട് തന്നെ പ്രിൻറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഫോൾസ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ട. അതാണ് എൽസ് പാർട്ടി കൊടുക്കേണ്ടത്. അതായത് ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകുവാണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുക, അല്ല എങ്കിൽ ട്രൂ അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒരു എൽസ് പാർട്ട് കൊടുക്കുക. അതായത് എന്താ കൊടുക്കേണ്ടത്, ഇറ്റ് ഈസ് നെഗറ്റീവ്, ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കണ്ടോ, ഇറ്റ് ഈസ് നെഗറ്റീവ് എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ആക്ച്വലി ഇഫ് എൽസ് എന്ന് പറയുന്ന കാര്യം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ A=0 കൊടുത്തെങ്കിൽ ആക്ച്വലി എന്താ പ്രിൻറ്റ് ചെയ്യേണ്ട, ഇറ്റ് ഈസ് നെഗറ്റീവ് എന്നാണ് പ്രിൻറ്റ് ചെയ്തത്. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 0-നെക്കാട്ടും വലുതാണെങ്കിൽ മാത്രമേ പോസിറ്റീവ് ആക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് അവിടെ == ഇട്ട് കൊടുക്കാം, == അതായത് ഇവിടെ നമുക്ക് == ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എലീഫ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇഫ് കഴിഞ്ഞിട്ട് എലീഫ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് എൽസ് കൊടുക്കേണ്ടത്. എൽസ് കൊടുക്കണം എപ്പോഴാണ്, ഒന്നുമില്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പോൾ എലീഫ് കൊടുക്കുകയാണെങ്കിൽ A=0 ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക it is 0. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം.
കണ്ടോ, ഇറ്റ് ഈസ് 0 പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു എൽസിഫിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എലീഫ് ഇവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് എലീഫ് ഈക്വൽ ടു 0, ഇനി നമുക്ക് എലീഫ് ഇടാം. എലീഫ് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് പോവാം. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എൽസ് ഇട്ടിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ഇതൊന്നും അല്ല എങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ആക്ച്വലി ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് ലോജിക്കലായിട്ടുള്ള ആൻഡ് ഓർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇപ്പോൾ എ ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിലോ ഇഫ് നോട്ട് എ ഈക്വൽ ടു 5 ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിൻ്റ് നോട്ട് ആണെങ്കിൽ നോട്ട്. ഓക്കെ, പ്രിൻ്റ് ചെയ്യത്തില്ല. ഇനി ഇവിടെ ഞാൻ 6 ആക്കുവാണെങ്കിലോ, 6 ആക്കുവാണെങ്കിൽ നോട്ട് പ്രിൻ്റ്. ഇതെന്താ ഇവിടെ സംഭവിച്ചതെന്നറിയോ, ഞാൻ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തോട്ട് 5 എന്ന് പറയുന്ന വാല്യൂ വെച്ചു. അതിനുശേഷം ഞാനിവിടെ ഇഫ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നോട്ട് എന്ന് നമുക്കറിയാം നെഗേഷൻ, എ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ അല്ല. കാര്യം എയുടെ വാല്യൂ 6 ആണോ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അല്ല, കാര്യം എയുടെ വാല്യൂ 5 ആണല്ലോ. എന്നിട്ട് അതിൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആണല്ലോ. കാര്യം ഫോൾസിൻ്റെ നോട്ട് എപ്പോഴും ട്രൂ ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ പ്രിൻ്റ് നോട്ട് പ്രിൻ്റ് ചെയ്ത് വന്നു. നേരത്തെ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എ ഈക്വൽ ടു 5 കൊടുത്തപ്പോൾ അത് ഓൾറെഡി 5 ആണല്ലോ. അപ്പോൾ പിന്നെ അത് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യണം. ബട്ട് അതിൻ്റെ നെഗേഷൻ ഫോൾസ് ആണല്ലോ, അതുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ. ഇതുപോലെ തന്നെ ആൻഡിൻ്റെ കൺസെപ്റ്റും ഓറിൻ്റെ കൺസെപ്റ്റും കൂടി ഉണ്ട് ഈ ഒരു ഇഫ് കേസിൽ. ഇപ്പോൾ എ ഈക്വൽ ടു നമുക്കൊരു 5 കൊടുക്കാം, ബി ഈക്വൽ ടു ഞാനൊരു 6 കൊടുത്തു. ആൻഡ് ഇഫ് എ ആൻഡ് ബി, ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി നമുക്കൊരു ലെസ് ദാൻ 5 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഓഫ് ദിസ് എന്നും പറഞ്ഞ് ചുമ്മാ കൊടുക്കുക. ഓക്കെ, കണ്ടോ ഇവിടെ എന്താ പ്രിൻ്റ് ചെയ്യാമെന്നറിയാവോ, എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, എ എന്ന് പറയുന്ന വാല്യൂ 5 ആണുള്ളത്, അത് ഗ്രേറ്റർ ദാൻ 0 ഓക്കെയാണ്. ബട്ട് ബിയുടെ കേസിൽ വന്നപ്പോൾ ബി എന്ന് പറയുന്ന 5നെക്കാട്ടും ചെറുതായിരിക്കണമെന്ന് ആണോ, ബി എന്ന് പറഞ്ഞാൽ 6 ആണ്. അതുകൊണ്ട് തന്നെ അത് ഫോൾസായി. ഇവിടെ ഇപ്പം നടുക്ക് ആൻഡ് വന്നുകൊണ്ട് തന്നെ ആൻഡ് ഉപയോഗിക്കുമ്പോൾ എന്താ, 2 സ്ഥലങ്ങളിലും ട്രൂ ആയാൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇൻ കേസ് അവിടെ ഓർ ആയിരുന്നെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഞാനിവിടെ ഓർ ഇടുവാണെങ്കിലും കണ്ടോ ദിസ് വന്നു. കാര്യം എന്താ, ഓർ ഇടാൻ നേരത്ത് 2 കാര്യങ്ങളല്ല, ഇഫിൻ്റെ അവിടെ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു കണ്ടീഷൻ കറക്റ്റായാൽ തന്നെ, അതായത് ട്രൂ ആയാൽ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ, അതായത് ആ ഒരു ഇഫ് പാർട്ടിൻ്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് വർക്കൗട്ട് ആകും. പക്ഷേ ഓറിൻ്റെ കേസിൽ 2ഉം ട്രൂ ആകണം. അതായത് നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പോൾ നേരെ തിരിച്ചിടാം, 5നെക്കാട്ടും വലുതായിരിക്കണം ബി. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഇടാൻ നേരത്ത് വർക്കിംഗ് ഉണ്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. വളരെ ചെറുതും വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റാണിത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കാം.